ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് തലേദിവസം ബദാം ബസറുണ്ടായിരുന്നു സോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതും കഴിച്ചു രാവിലെ. ഞാൻ വിചാരിച്ചു തലേദിവസം ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാം. അങ്ങനെ രാവിലെ തന്നെ സാമ്പാറും ഇഡ്ഡലിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും നല്ല അടിപൊളി സാമ്പാറും ഉണ്ടായി. നല്ല പഞ്ഞിക്കട്ട പോലത്തെ ഇഡ്ഡലിയായിരുന്നു കേട്ടോ. ഞാൻ പച്ചരിയൊന്നും ഇറക്കാതെ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കും. അപ്പപ്പൊടി വെച്ചിട്ടാണ് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെക്കും. അങ്ങനെ പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അങ്ങനെ നല്ല ടേസ്റ്റോട് കൂടി ഇഡ്ഡലി കിട്ടി. അത് കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും പേരക്ക കഴിക്കാൻ വിചാരിച്ച് പേരക്കയും കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല മധുരമുള്ള പേരക്കയായിരുന്നു. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഞാൻ വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അരി റോസ്റ്റ് എടുക്കണം. അരി റോസ്റ്റ് ചെയ്ത് അധികം മൂക്കൊന്നും വേണ്ട, പതിയെ റോസ്റ്റ് ചെയ്താൽ മതി. അധികം റോസ്റ്റ് ആവേണ്ട, നേരിയതായിട്ട് റോസ്റ്റ് ആക്കിയാൽ മതി. വെള്ളം നമുക്ക് കുതിർത്താൻ വേണ്ടി അരി ഇട്ട് വെക്കണം. അപ്പോൾ ഒരു 5-10 മിനിറ്റോളം അരി കുതിർന്നതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നല്ലപോലെ ഇളക്കി എടുക്കാം. അതിൻ്റെ ഇടയിലൊക്കെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ നടക്കുന്നുണ്ട്. അവർ കുറുമ്പ് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ജോലിയൊക്കെ പോകും. അതാണ് പിള്ളേരെ ശ്രദ്ധിക്കുന്നത്. അരി റോസ്റ്റായതിനു ശേഷം അതേ ചട്ടിയിൽ തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. മര്യാദ ഉണ്ടാവില്ല, പതിയെ കുടഞ്ഞ് എന്നിട്ട് നമുക്ക് കറുകപ്പട്ട, കപ്പോളം, കരയാമ്പ്, ഗ്രാമ്പു, സവാള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് അതും ചേർത്ത് കൊടുക്കണം. മസാലകളൊക്കെ ഒന്ന് പതിയെ ഇളക്കി കൊടുക്കണം. അധികം ഒരുപാട് മൂക്കണ്ട, ഒരു പാകത്തിനൊന്ന് വഴണ്ടി വരുമ്പോഴേക്കുമാണ് നമ്മൾ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മസാലകളൊന്ന് നന്നായിട്ട് മൂക്കണം. അപ്പുറത്തടപ്പിൽ അവിടെ ചെമ്മീൻ വേവിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ വേണ്ടി അങ്ങാടും ഇങ്ങാടും ഓടിയൊക്കെ നടന്നു. അതിൻ്റെ ഇടയിലാണ് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ചെയ്യണത്. സവാള നല്ലപോലെ മൂത്ത് വന്നുണ്ട് സവാള. നെയ്യും ചേർക്കാം, ഡാൽഡ അധികം ചേർക്കണമെന്നില്ല. ഡാൽഡ കുറച്ച് ചേർത്താൽ മതി. ഡാൽഡ അപ്പോൾ ഞാൻ അരക്കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന പാകത്തിനാണ് വെള്ളം ഒഴിക്കണത്. ബിരിയാണിയുടെ വേവ് ഒന്ന് നോക്കാം. അപ്പോൾ നല്ലോണം ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം വെന്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത് അരി ഇട്ട് കൊടുക്കാം. ബിരിയാണി ഒരു 15 മിനിറ്റിനുള്ളിൽ അരി വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ചട്ടിയിൽ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെയ്യാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 3-4 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഇത്തിരി കൂടുതൽ തന്നെ ഒഴിക്കാറുണ്ട് ബിരിയാണിയിൽ, എന്നാലേ ബിരിയാണിയുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുകയുള്ളൂ. എസൻസ് വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഒഴിക്കണ്ട. പിന്നെ എസൻസ് കൂടിക്കഴിഞ്ഞാലും വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച്. പിന്നെ നമ്മൾ മുന്തിരി, ഉണക്കമുന്തിരി, കശുവണ്ടി, കിസ്മിസൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കോരിയിട്ട് ബിരിയാണിയുടെ കാര്യം കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ് കഴിക്കാനായിട്ട്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് മധുരം കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ പിസ്തയുടെ ഒരു മിൽക്ക് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മിൽക്ക് കേക്കും കഴിച്ച്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വായിലിട്ട് അലിഞ്ഞു പോണ രീതിയിലുള്ള കേക്കായിരുന്നു. അപ്പോൾ വളരെയധികം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.